ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധരാധേ. മാനസികമായി നമ്മൾ എത്ര തന്നെ വികാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളും തകർന്നു പോകാറില്ലേ? അങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കും നമ്മൾ ഭഗവാനെ കൂടുതൽ ഓർക്കുന്നതും നാമം ജപിക്കാനൊക്കെ ശ്രമിക്കുന്നതും. എന്നാൽ ജീവിതത്തിൽ എല്ലാവരും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കലിയുഗത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ നാരായണീയത്തിൽ തന്നെയുള്ള 100 ദശകങ്ങളിൽ ഓരോ ദശകം വെച്ച് ഓരോ ദിവസവും ചൊല്ലി നോക്കൂ. കുടുംബകലഹവും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് നാരായണീയത്തിലെ 65-ാമത്തെ ദശകം മുതൽ 69-ാമത്തെ ദശകം വരെയുള്ള ആ ഒരു ഭാഗം ചൊല്ലി നമസ്കരിക്കൂ. ഭഗവാന്റെ രാസലീലയാണ് അതിലൂടെ വർണ്ണിക്കുന്നത്. അതുപോലെ 100-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ്. അതിൽ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിച്ചിട്ടുണ്ട്. നാരായണത്തിനെ എന്തിനും ഏതിനും ആശ്രയിക്കാവുന്നതാണ്. ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ 82-ാമത്തെ ദശകമായ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കേണ്ടത് നല്ലതാണ്. ജീവിതത്തിൽ അനേകതരം പ്രാരാബ്ധങ്ങളുണ്ട്, അനേകതരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും അത് മാറാനുമായിട്ട് ഈ ഭഗവാന്റെ രാസലീല എന്ന ദശകം വളരെ അത്യുത്തമമാണ്. അത് ചൊല്ലി നമസ്കരിക്കുന്നത്. നാരായണീയത്തിലെ 38-ാമത്തെ ദശകം കൃഷ്ണ അവതാരമാണ്. ചൊല്ലുന്നതും വളരെ നല്ലതാണ്. 26-ാമത്തെ ദശകം ഗജേന്ദ്രമോക്ഷം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. ജീവിതമാകുന്ന പ്രാരാബ്ധക്കയത്തിൽ ദുഃഖങ്ങളാകുന്ന മുതലകൾ നമ്മളെ വലിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ മാത്രമാണ് ആ ഗജേന്ദ്രനെ തുമ്പിക്കൈ പിടിച്ചുയർത്തിയ പോലെ നമ്മളെ ഓരോരുത്തരെയും ഉയർത്തേണ്ടത് എന്ന അനുമാനത്തിൽ ഗജേന്ദ്രമോക്ഷം ചൊല്ലി നമസ്കരിക്കേണ്ടതും വളരെ ഉത്തമമാണ്. ഇനി നരസിംഹരൂപേണയുള്ള ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 24, 25-ാമത്തെ ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കേണ്ടത് നല്ലതാണ്. ഉണ്ണിയായിട്ടുള്ള കുഞ്ഞു കൃഷ്ണനെയാണ് ഇഷ്ടമെങ്കിൽ ആ ബാലലീലകളെല്ലാം ചൊല്ലി നമസ്കരിക്കേണ്ടത് 45, 46, 47 ഉള്ള ദശകങ്ങളിലൂടെയാണ് ബാലലീലകൾ വർണ്ണിച്ചിരിക്കുന്നത്. രോഗശാന്തി, മനസ്സിൻ്റെ അഹങ്കാരമൊക്കെ മാറ്റി നമ്മളെ ശുദ്ധീകരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ 55, 56 ദശകങ്ങൾ, അതായത് അത് കാളിയമർദ്ദനമാണ്, അത് ചൊല്ലി നമസ്കരിക്കുന്നതും വളരെ ഉത്തമമാണ്. ഏതൊരുവൻ്റെ മനസ്സിലാണോ അഹങ്കാരം എന്ന കാളിയൻ ജനിച്ചിട്ടുള്ളത്, അപ്പോൾ ഒരു കൃഷ്ണനും ആ അഹങ്കാരത്തെ ചവിട്ടി താഴ്ത്താൻ ഒരു കൃഷ്ണനും ജനിച്ചിട്ടുണ്ടാവും. അതെപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അതായത് ദുഷ്പേരില്ലാതാക്കാൻ 80-ാമത്തെ ദശകം അതായത് സമന്തക കഥയാണ്. സത്കീർത്തി ഉണ്ടാകാനും ഇത് വായിച്ച് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ 78, 79 രുക്മിണി സ്വയംവരമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കണമെന്ന് അത് ആഗ്രഹമുള്ളവർ ഈ ഒരു ദശകം ചൊല്ലി ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരെയും ഭഗവാനും രാധാറാണിയും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ.